വലിയ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ലെങ്കിലും ഇഫ് യു ആർ എ മൂവി ലവർ ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ ആക്ടേഴ്സ് പെർഫോമിങ് ധൈര്യമായിട്ട് ഈ മൂവിക്ക് ടിക്കറ്റ് എടുത്തോ. ഒരു ദുരൂഹ സാഹചര്യത്തിൽ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ. ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിരുന്നു. കാരണം ഇതിൽ ആരാണ് ഈ ഗണ്ണ് പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള പോസ്റ്റർ ഡിസൈൻ. ആ ഒരു ദുരൂഹത ഇതിലുണ്ട്. സൊസൈറ്റിയിൽ പല രീതിയിലും ബുള്ളിങ് ചെയ്യപ്പെടുന്നവരുടെ ഒരു റിയാക്ഷൻ. ആ ഒരു സ്റ്റോറി ലൈൻ ഒരു സ്ലോ പേസിൽ തുടങ്ങി ഹാപ്പിനെസ്, ബ്രദർഹുഡ്, ലവ്, പിന്നെ സിറ്റുവേഷണൽ കോമഡി അങ്ങനെ പോയി ഒരു കോംപ്ലിക്കേറ്റഡ് ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നൊരു ഫിലിം. പക്ഷേ ആ ക്ലൈമാക്സ് എന്തോ എനിക്ക് വർക്കായില്ല. പെർഫോമൻസ് വൈസ് ഈ കാണുന്ന എല്ലാവരും കിൻഡൽ ആക്ടിംഗ് ആയിരുന്നു. പക്ഷേ ഇതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 3 പേരുണ്ട്. ഫസ്റ്റ് വൺ കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ്റെ എൻ്റയർ ഫിലിം കരിയർ എടുക്കുകയാണെങ്കിൽ അതിലൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും ഇതിൽ സേതു എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇതിൽ ഒരു ക്യാരക്ടർ ഷിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ, പ്രത്യേകിച്ച് ഈ മൂവിയിൽ ആളുടെ ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. ഫൈനലി ചിദംബരം, യു ആർ വിന്നിങ് ഹാർട്ട്സ് മാൻ. ഡയറക്ടറായിട്ട് വന്ന് ഞെട്ടിച്ചു, ഇപ്പോൾ ആക്ടറായിട്ട് വന്ന് വീണ്ടും ഞെട്ടിച്ചു. ഒരു ഡെബ്യൂ പെർഫോമൻസ് ആണെന്ന് ഒരിക്കലും പറയില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആക്ടിങ്. മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പ്ലീസ് മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ വേറൊരു മൂവി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.